ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ് ഷൂട്ടിങ് കാണലൊക്കെ ചെയ്യുന്നത്. പക്ഷേ അക്സസറീസും കാണലൊക്കെ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളും ക്യാമറാസുകളും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ടെക് ഗാഡ്ജറ്റ്സുകളും സംഭവമൊക്കെയാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊണ്ടിടാം, മറക്കണ്ട. ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ ഞാൻ എന്തായാലും ക്യാമറയിലെടുത്ത് ഞാൻ കാണിച്ചു തരാം ഒന്ന്. അതാ ഈ ഒരു മെയിൻ ഇത് മോണിറ്ററാണ് കേട്ടോ. അത് ജസ്റ്റ് മോണിറ്റർ മാത്രമേ ഉള്ളൂ, ഡെസ്ക്ടോപ്പും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ്. നമുക്ക് ടി വി ആയിട്ട് ഉപയോഗിക്കാം, മോണിറ്ററായിട്ട് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു മോഡലാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മുടെ അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഇതിലേക്ക് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ HDMI കേബിളും കണക്ഷനൊക്കെ കാണാം. അതല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ താഴെ കണ്ടു ഒരു നമ്മുടെ ഇത് നോക്കട്ടെ നിങ്ങൾ ഇട്ടാകെ അലമ്പായിട്ട് എടുക്കുക റൂമൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പാണ്. ഇതിലൊരു രണ്ടെണ്ണത്തിലും AMD Ryzen തന്നെയാണ് വരുന്നത്. AMD Ryzen 7 ആണ് വരുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മോട്ടറോളയുടെ ഇത് നമ്മുടെ ഒഫീഷ്യൽ യൂസിന് ഞാൻ വാങ്ങിച്ചതാണ്. ഒഫീഷ്യലും ബിസിനസ് യൂസിന് വേണ്ടി വാങ്ങിച്ചതാണ്. മോട്ടറോളയുടെ ഇൻ്റലിൻ്റെ Core 7 വരുന്ന മോഡലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഡീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവുമല്ലോ. ഈ ഒരു സെറ്റപ്പാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെയർ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ നോർമലി എടുക്കാറ്, നമുക്ക് അതിൻ്റെ സെറ്റപ്പും കാണലൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇത് ആക്ച്വലി നമ്മുടെ റൂമാണ്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ റൂംസുകളുണ്ട്, മുകളിലാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റാണ്. ഗോഡോക്സിൻ്റെ ഇത് ഗോഡോക്സിൻ്റെ ഈ ഇത് മാത്രമല്ല കേട്ടോ. ഈ ലൈറ്റ് ആക്ച്വലി ഡിജിടെക്കിൻ്റെയാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആവാറായി. കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. പറയുമ്പോൾ അവന്മാർ ഫുൾ ചൈനീസ് ആണല്ലോ എടുത്തിട്ടാണ്. പിന്നെ ഇത് ഡിജിടെക്കിൻ്റെ നമ്മുടെ ക്യാമറാസ് വെക്കുന്ന ഒരു ഡ്രൈ ക്യാബിനറ്റാണ്. അപ്പോൾ ഇതിലെൻ്റെ ഓൾറെഡി ഇപ്പോൾ സോണിയുടെ ഒരു 6400 ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ DJIൻ്റെ Action 4 ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ZV-E10 കേട്ടോ. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കാനോണിൻ്റെ ഒരു പ്രിൻ്റർ കാണാം. നമ്മൾ ഒഫീഷ്യൽ യൂസുകൾക്കും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ യൂസുകൾക്കും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ AC-യുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ AC ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് S24 Ultra ഉണ്ട്, Pixel 10 ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പുതിയ പരിപാടിയാണ് ഉണ്ടായി, ലൈറ്റ് ഇതുവരെ പോയി. നമ്മുടെ X200 Pro എല്ലാം ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ DJIൻ്റെ തന്നെ എന്താ പറയുക Pocket 3 ആണത്. ഇതൊന്നും നമ്മൾ അത്യാവശ്യം നമ്മൾ കാറിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനത്ത് ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ റിങ്ങാണ്, സ്മാർട്ട് റിങ്. ഞാൻ ഹെൽത്ത് ട്രാക്കാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. വാച്ചിൻ്റെ പരിപാടി നിർത്തി, വാച്ച് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നത്തിങ് ഫോൺ 3 ഇരിക്കുന്നുണ്ട്. ഇത് OnePlusൻ്റെ 13S. അതുപോലെ തന്നെ ഇത് സോണിയുടെ എന്താ പറയുക, ഇത് റിമോട്ട് പ്ലസ് ട്രൈപ്പോഡ്, നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടി സാധനമാണ് കേട്ടോ. പിന്നെ എൻ്റെ ടാബ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ ഇരിക്കുന്നത് സാംസങ്ങിൻ്റെ S9 ടാബ്ലറ്റാണ്. S9 FE ഉണ്ട്. അത് ആക്ച്വലി ചാർജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി അലമാരിയിലും കുറച്ച് ഗാഡ്ജറ്റുകളുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമ്പോൾ എന്ന് വെച്ചാൽ അലമാരി അലമ്പായിട്ട് കിടക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറേ സ്പീക്കേഴ്സും കാണാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും കണ്ടില്ല. ഇതിൻ്റെ ഇൻബിൽഡ് സ്പീക്കർ, ഈ മോട്ടറിൻ്റെ ഇൻബിൽഡ് സ്പീക്കർ കിടുന്ന സാധനമാണ്, നല്ല സൗണ്ടുള്ള അവിടെയൊക്കെയാണ്. APCയുടെ ഒരു UPS ആണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ആമസോണിൻ്റെ Alexa അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ വയർലെസ് കീബോർഡും മൗസും രണ്ടും HP അല്ല, ഇത് ഡെല്ലാണ് കേട്ടോ. ആദ്യം നമ്മുടെ ലോജിടെക് ആയിരുന്നു. ലോജിടെക് ഇപ്പോൾ റീസെൻ്റ്ലി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഡെല്ലാക്കിയത്. പിന്നെ നമ്മുടെ സ്മാർട്ട് കീസുകൾ കുറേ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റി കീസ് കുറേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ട്രാൻസ്ജെൻഡാണ് നമ്മൾ ആക്ച്വലി ഈ സാധനമാണ് ഞാനിപ്പോൾ ആക്ച്വലി നമ്മുടെ ക്യാമറാസിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനം കണ്ടു. ഇത് പ്ലഗ് ആൻഡ് പ്ലേ മോഡലാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ആമസോൺ വാങ്ങിച്ച് തന്നെയാണ്. പിന്നെന്താ ഇതൊക്കെ തന്നെ ഉള്ളൂന്നുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ഇതിൽ നമ്മുടെ ലൈറ്റ് ഇവിടെ പോയി. ഇത് നമ്മുടെ DJIൻ്റെ Action 4 ആണ്. ഇപ്പോഴും ഒരു സൂപ്പർ സാധനം. കിടിലൻ സാധനം ഉണ്ടെങ്കിൽ DJIൻ്റെ പ്രൊഡക്ട്സുകൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്വാളിറ്റി അവരുടെ. പിന്നെ ഇതൊരു പഴയ ഒരു കാനോണിൻ്റെ ക്യാമറയാണ് കണ്ടു.
ഇതിനും കംപ്ലൈൻറ്റ് പഴയൊന്നുമല്ല കേട്ടോ, അത് 2 കൊല്ലമൊക്കെ അതിൻ്റെ ഉള്ളൂ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. കണ്ടു മെമ്മറി കാർഡ് ഇട്ടാൽ മതി, ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട്. ബോക്സ് എൻ്റെ ഒന്ന് മിസ്സായി, അതാണ് ബോക്സൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഒരു കംപ്ലൈൻറ്റ്സോ ഒരു സ്ക്രാച്ചോ ഒരു സംഭവമില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗി. അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ ആക്ച്വലി ആദ്യം ഇങ്ങനെ ഡിസ്പ്ലേ പീസ് പോലെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, പിന്നെ ക്യാമറ അല്ല, അപ്പോൾ ഡ്രൈ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചൊക്കെയാണ്. അത്രയൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ എനിക്ക് കത്തുന്നുള്ളൂ. ഇത് നമ്മുടെ ഈ സ്മാർട്ട് മോണിറ്ററിൻ്റെ റിമോട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് ആക്ച്വലി മോണിറ്റർ പ്ലസ് TV ആണ്, അപ്പോൾ അതിൻ്റെ റിമോട്ടാണ്. പിന്നെന്താ, പിന്നെ വേറെ ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് DJIൻ്റെ മൈക്ക് മിനിയാണ്. അതുപോലെ തന്നെ ഹോളിലാൻഡിൻ്റെ ഒരു മൈക്കും ഉണ്ട്. അത് ആക്ച്വലി എവിടെ പോയത്, അതെനിക്ക് തോന്നുന്നു അലമാരയിൽ ഉള്ളതെന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ പവർ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആംബ്രൈൻ്റെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രോമൈറ്റിൻ്റെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോളിലാൻഡിൻ്റെ കേട്ടോ, അതായിരിക്കും കണ്ടു, ഹോളിലാൻഡിൻ്റെ ബോക്സാണത്. പിന്നെ DJIൻ്റെ ബോക്സ് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും സംഭവം തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.